നമ്മുടെ ബ്രാൻഡിങ്ങിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു പോയിൻ്റാണ് ലോഗോ മേക്കിംഗ് അല്ലെങ്കിൽ ലോഗോ സ്കെച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാലാമത്തെ പാർട്ടായ ലോഗോ സ്കെച്ചിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇൻസ്പിറേഷൻ ഒന്നും നോക്കാണ്ട് തന്നെ ജസ്റ്റ് പേപ്പറിൽ റഫായിട്ട് സ്കെച്ച് ചെയ്ത് നോക്കാം. റഫായിട്ട് സ്കെച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് പേപ്പറിലോ അല്ലെങ്കിൽ ഡിജിറ്റലോ ആയിട്ട് ചെയ്യാവുന്നതാണ്. റഫായിട്ട് സ്കെച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഐഡിയാസിന് വേണ്ടിയിട്ട് മെയിൻലി യൂസ് ചെയ്യുന്നത് പിൻട്രസ്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പിൻട്രസ്റ്റ് അറിയായിരിക്കും, ഡിസൈനേഴ്സിന്. അറിയാത്തവർക്ക് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്താൽ മതി. പിൻട്രസ്റ്റിൽ നമ്മൾ ഈ ഒരു ഏവിയേഷൻ അല്ലെങ്കിൽ എയർലൈൻ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെയൊക്കെ ലോഗോസും ബ്രാൻഡിങ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും സ്കെച്ചിങ് തന്നെ ചെയ്യുന്നു. സ്കെച്ചിങ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഒരു എസിൻ്റെ ഹാഫ് വരുന്ന ലെറ്റർ ഞാൻ എൻ്റെ ഒരു മെയിൻ ലോഗോ ആയിട്ട് എടുത്തിട്ടുണ്ട്. ആ മെയിൻ ലോഗോ ആയിട്ട് എടുത്ത് ഞാൻ നേരെ ഇല്ലസ്ട്രേറ്ററിൽ നമ്മൾ ഡിസൈൻ വരച്ചു. ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ കളർ നോക്കുന്നു. സാധാരണ ഞാൻ കളർ ഒരുപാട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് നമുക്കൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് കളർ പല്ലറ്റ്സ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ചും കൂടെ യോജിക്കുന്ന കളറെന്ന് തോന്നുന്ന ഗ്രീൻ, അതുപോലെ തന്നെ പർപ്പിള്, ഒരു ഡാർക്ക് കളർ, ഈ ഒരു 3 കളർ തീമിലാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി കളർ തീം എടുത്തതിന് ശേഷം ആ ഒരു തീമിലാണ് ലോഗോയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ലോഗോസ് ഫസ്റ്റ് വന്നത് ഇങ്ങനെയാണ്. ഈ ഒരു എസിൻ്റെ ഹാഫിലേക്ക് എന്തെങ്കിലും ഒരു എലമെൻ്റ് ആഡ് ചെയ്യണമെന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എലമെൻറ്റ് ആഡ് ചെയ്തു. അത് ആഡ് ചെയ്തതിന് ശേഷം അത് ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ കിട്ടിയൊരു റെഫറൻസ് ആണ്. അതൊരു ഹാഫ് കട്ട് ചെയ്ത് ഇതിലേക്ക് എടുത്ത് വെച്ചതാണ്. അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കളർ കൊടുത്തിട്ട് നമ്മുടെ ലോഗോയുടെ ഫൈനൽ ഔട്ട് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ലോഗോ നമ്മൾ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ ലോഗോ മാത്രം പോരല്ലോ, ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ പാർട്ട് 5 അതൊരു പക്ഷേ ഫൈനൽ പാർട്ടായിരിക്കും. ചിലപ്പോൾ കുറച്ച് ഡിലേ ഉണ്ടാകും. എന്തായാലും ഫൈനൽ പാർട്ടിൽ നമ്മളുടെ ലോഗോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും മോക്കപ്സും അങ്ങനെയുള്ള എല്ലാം കൂടെ ആഡ് ചെയ്ത് കാണിച്ചു തന്നേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു. എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ.